ഹലോ ഗൈസ്, അപ്പോൾ ഞാനൊരു ജാങ്കോ ഇ കൊമേഴ്സ് പ്രൊജക്റ്റാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് പേജിൽ ആദ്യം നമുക്കൊരു ലോഗിൻ പേജും ഒരു രജിസ്ട്രേഷൻ ഫോമും ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ രോഹിത് എന്ന ഒരാളുടെ പേരിൽ ക്രിയേറ്റ് ആണ്, rohit@gmail.com. ഓക്കെ, പിന്നെ പാസ്വേഡ് കൊടുക്കുവാണ്. പിന്നെ ഓക്കെ, പാസ്വേഡ് കൊടുത്തതിന് ശേഷം പാസ്വേഡ് ഇസ് ടു സിമിലർ ടു ദി യൂസർ നെയിം. അപ്പം അങ്ങനെയും കൊടുക്കാൻ പാടില്ല. അപ്പം ഞാൻ ഒരു പാസ്വേഡ് കൊടുത്തു. കൺഗ്രാറ്റുലേഷൻസ്, യൂസർ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി. അപ്പം നമുക്കിനി ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ പ്രൊഫൈല്, എൻ്റെ പുള്ളിയുടെ അഡ്രസ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഇതൊരു ഇ കൊമേഴ്സ്, അതായത് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മിൽക്ക്, ഐസ്ക്രീം ഷേക്സ് ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൈറ്റാണ്. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ എബൌട്ട് അസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എബൌട്ട് അസ്, കോൺടാക്ട്സിൽ ആണെന്നുണ്ടെങ്കിൽ കോൺടാക്ട്സ് കാര്യമായിട്ട് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്. ഇവിടെ നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ്, മിൽക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മിൽക്ക് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ മിൽക്ക് ഏതൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ പ്രോഡക്റ്റ് സെക്ഷൻ ഉണ്ട്. പ്രോഡക്ട്സിൽ നമുക്കിപ്പോൾ മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൽ കൗ മിൽക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഇതിലിപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്ക് എൻഡിൽ കുറച്ച് പ്രൊഡക്ട്സ് ആഡ് ചെയ്തിട്ടുള്ളൂ. കേർഡിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടില്ല. മിൽക്ക് ഷേക്കിലാണെന്നുണ്ടെങ്കിൽ വാനില ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ ലസ്സി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ബാക്ക് എൻഡിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഞാനിപ്പോൾ ഒരു ലസ്സി ഓർഡർ ചെയ്യുന്നു വിചാരിക്കുക. ഓക്കെ, ഞാനിതിൻ്റെ കാർട്ടിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ എനിക്കൊരു കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേന് ഇനി കാർട്ടിലുണ്ടെന്ന് എഴുതി കാണിക്കും. അതുപോലെ ഞാൻ വീണ്ടും ഒരു മിൽക്ക് എന്നൊരു ടോൺഡ് മിൽക്ക് ഞാൻ ആഡ് ചെയ്യാണ്. ആഡ് ടു കാർട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാം. അതിനനുസരിച്ച് ഇവിടെ വാല്യൂ ഇപ്പോൾ വേണമെങ്കിൽ 2 വെച്ച് ഞാൻ മേടിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രൈസ് ആയിട്ടുണ്ട്. ഞാൻ പ്ലേസ് ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് അഡ്രസ്സിലോട്ടാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റ് മോഡ് വെച്ചിട്ടാണ്. റേസർ പേ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, ഇതൊരു ഡമ്മി പേയ്മെൻ്റ് ആയിരിക്കും. ഞാനിപ്പോൾ UPI ID, ഇതിന് തന്നെ ഒരു ഡമ്മിയുടെ ഒരു UPI ID വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. റേസർ പേ സക്സസ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ശേഷം സക്സസ് ആയി കഴിഞ്ഞാൽ ഇത് പേയ്മെൻറ്റ് ഓർഡർ സ്റ്റേറ്റസ് പെയിൻറ്റിംഗ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എനിക്കിനി ഇതിൻ്റെ ബാക്ക് എൻഡിൽ, അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റസ് നമുക്ക് എന്തായാലും അപ്ഡേറ്റ് ചെയ്യണം. അതെ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത സാധനം നമ്മൾ കയറി നോക്കുമ്പോഴത്തേനും നമുക്കിപ്പോൾ കാണാൻ പറ്റും രോഹിത് 2 പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളതായിട്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് പോവുക. രോഹിത്തിൻ്റെ 4ാമത്തെ ഇതിലേക്ക് സ്റ്റേറ്റസ് നമ്മളതിനൊന്ന് പാക്ഡ് എന്ന് കാണിക്കുകയാണ്. പാക്ഡ് എന്ന് നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മളിവിടെ വന്നൊന്ന് റീഫ്രഷ് ചെയ്യുമ്പോഴത്തേനും എന്തായി, രോഹിത്തിൻ്റെ രോഹിത് ഓർഡർ ചെയ്ത് എവിടെയായിരുന്നു, ആക്ച്വലി പാക്ഡ് എന്ന് കാണിക്കുകയാണ്.
നമുക്ക് രോഹിത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഓക്കെ. കാർട്ട് ഈസ് എംപ്റ്റി. ഓർഡർ പേജിൽ പോകുമ്പോൾ നമുക്ക് ഓർഡർ സ്റ്റേറ്റസ് പാക്ഡ് എന്ന് കാണിക്കുകയാണ് രോഹിത്തിന്. ഇനി നമ്മൾ ആ രോഹിത്തിൻ്റെ ഇതിനെ തന്നെ നമ്മൾ ഓക്കെ അപ്പോൾ അത് വേറൊരു കോഗ്നിറ്റീവ് ടാബിൽ നമുക്കത് ബ്രൗസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടുപേരും നമ്മൾ ഒരു ഇതിൽ തന്നെ ലോഗിൻ ചെയ്യുന്നുണ്ടാണ്. ഓക്കെ. അപ്പോൾ അത് വേണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ കോഗ്നിറ്റീവിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ ഇതിൽ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ. ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഓർഡർ പ്ലേസ്ഡ് രോഹിത്തിൻ്റെ ഇവിടെ പോയിട്ട് ഞാൻ ഡെലിവേർഡ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഞാനത് ലോഡ് ചെയ്യുമ്പോഴത്തേനും ഡെലിവേർഡ് ആയിട്ടുണ്ട് രോഹിത്തിൻ്റെ. ഓക്കെ. അപ്പോൾ ബാക്ക് എൻഡിൽ ലോഗിൻ ചെയ്യുന്ന ആൾ വേറൊരു ബ്രൗസറിലായിരിക്കുമല്ലോ, ഒരിക്കലും രണ്ടും ഒരു സെയിം ആളായിരിക്കില്ല. അപ്പോൾ അതാണ് ഡെലിവർ ആയിട്ടുണ്ട്. ഡെലിവർ ആവുന്നതിനനുസരിച്ച് സ്റ്റേറ്റസും നമുക്കിവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇതിൽ നമുക്ക് വിഷ് ലിസ്റ്റ്, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വിഷ് ലിസ്റ്റിൽ ഇവിടെ കാണിക്കും, ഡിസ്പ്ലേ ആവും. ഓക്കെ. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് എൻഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ജാങ്കോ പ്രൊജക്റ്റ് വെച്ചിട്ടുള്ള ഇതിൽ ടെംപ്ലേറ്റ്സ്, ഇത്രയും ടെംപ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഈ വ്യൂസ് ഡോട്ട് പൈയിൽ നമ്മൾ വ്യൂസ് എഴുതുന്നു, ഫങ്ഷൻസ് ക്ലാസ്സസ് വെച്ച് ഡിഫൈൻ ചെയ്യുന്നു, URLs ഇത്രയും URLs നമ്മൾ റീഡയറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. നോൺ പൈയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മോഡൽസ് ഡോട്ട് പൈയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ ഫോംസ് ഡോട്ട് പൈയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്ക് ഇത് ഞങ്ങൾ ഒരു ഫുൾ സ്റ്റാക്ക് പൈത്തൺ ഫുൾ സ്റ്റാക്ക് പോലെ ഇതിൽ അജാക്സ് ഡിസൈനിങ്, HTML, CSS ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ നിങ്ങൾ സമീപിക്കുക. ഇത് പഠിച്ച് ഇതിലെ പ്രോസസ്സ് മുഴുവൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യാം, സുഖമായിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ. അപ്പോൾ താങ്ക് യു.